കഴിഞ്ഞ ദിവസം ഇദ്ദേഹവുമായിട്ട് മന്ത്രി JP നദ്ദയുമായിട്ട് ഇവർ ചർച്ചയ്ക്ക് പോയി. മന്ത്രിയുടെ വസതിയിൽ പുറത്തിറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നേരം ഹൗസ് അറസ്റ്റിലായിരുന്നു, ഞങ്ങളുടെ ഫോൺ പിടിച്ചു വെച്ചു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ JP നദ്ദ ഫേസ്ബുക്കിൽ ഇവരെ കണ്ടതിൻ്റെ ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ചെയ്തപ്പോൾ ഈ രണ്ടുപേരുടെ കയ്യിലും ഫോണുണ്ട്. അപ്പോൾ മനഃപൂർവ്വം നുണ പറയുകയാണ്, യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതിരിച്ചു വിടാനും ശ്രമിക്കുകയാണ്. ഇപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ള ചില വാർത്തകൾ, അത് ഡൽഹി പോലീസും RPFും നിഷേധിച്ചിട്ടുള്ള PIBയുടെ ഫാക്ട് ചെക്കിൽ ഫോൾസ് ആണെന്ന് വന്നിട്ടുള്ളൊരു സാധനം ഒരാൾക്ക് മാത്രം പെല്ലറ്റ് ഗൺ കൊണ്ട് പരിക്ക് പറ്റും. അത് ഈ പെല്ലറ്റ് ഗൺ കൊണ്ട് വെച്ച് ഒരാൾക്ക് മാത്രമായിട്ട് പരിക്ക് പറ്റില്ല, സ്കാറ്റേഡ് ആയിട്ടാണ് വരിക. പിന്നെ ഈ പരിക്ക് പറ്റിയെന്ന് പറയുന്ന ആൾ ഈ പ്രൊട്ടസൈറ്റിലല്ലാത്ര ഉണ്ടായിരുന്നത്, മൂപ്പർ കൊണാട്ട് പ്ലേസിലുള്ള പാലിക ബസാറിലാണ് ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് അയാളെ ഈ RPFകാർ വെടിവെച്ചു എന്ന് പറയുന്നത്. അപ്പം മനഃപൂർവ്വം ഫേക്ക് ആയിട്ടുള്ള ഒരു കുട്ടി മരിച്ചു എന്നുകൊണ്ട് കുറെ ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദ്യത്തെ രക്തസാക്ഷി. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് രക്തസാക്ഷിനെ, ഇല്ലെങ്കിൽ ഒന്നിനെ സൃഷ്ടിക്കാൻ ഇവർ തയ്യാറാണെന്നുള്ള നിലയിലാണ്.